പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. മഹാശയനായ ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ കേട്ട് ലജ്ജ കൂടാതെ കൂസലില്ലാതെ സ്വഹിതം കൈകേയി പറഞ്ഞു, രാമ, മഹാരാജാവിന് യാതൊരു ദ്വേഷവും നിന്നോടില്ല, ഒരു ദുഃഖവുമില്ല. എന്നാൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു വിചാരമുണ്ട്. നിന്നെ ഭയപ്പെട്ട് പറയാതിരിക്കുകയാണ്. ഓമന മകനായ നിന്നോട് അപ്രിയം പറയുവാൻ നാവ് പൊന്തുന്നില്ല. ഇദ്ദേഹം എന്നോട് ഒരു കാര്യം ഏറ്റു. അത് തീർച്ചയായും ചെയ്യേണ്ട കടം നിനക്കുണ്ടല്ലോ. എന്നെ മാനിച്ച് അച്ഛൻ ആദ്യം വരമേകി. ഇപ്പോൾ പച്ചപ്പാവം പോലെ പശ്ചാത്തപിക്കുകയാണ്. വരം തരാം എന്നേറ്റ നരവരൻ വെള്ളം വാർന്ന സ്ഥലത്ത് ചിറകിട്ടാൻ തുടങ്ങുന്നു. സജ്ജനങ്ങളെല്ലാം ബഹുമാനിക്കുന്നതും സർവധർമ്മങ്ങൾക്കും അവലംബവുമായ സത്യം നിനക്ക് വേണ്ടി അർജൻ ഉപേക്ഷിക്കരുത്. നല്ലതോ ചീത്തയോ എന്തായാലും രാജ്യവാക്യം നീ ചെയ്യുമെങ്കിൽ കാര്യം ഞാൻ പറയാം. ഇദ്ദേഹം നേരിട്ട് നിന്നോട് ഒന്നും പറയുകയില്ല. കൈകേയിയുടെ വാക്കുകൾ ശ്രീരാമചന്ദ്രനെ അത്യധികം വ്യസനിപ്പിച്ചു. അച്ഛൻ്റെ തിരുമുമ്പിൽ തൊഴുതുകൊണ്ട് ഇങ്ങനെ തുടർന്നു, അയ്യോ അമ്മേ, എന്നോട് ഇങ്ങനെ പറയരുതേ. എൻ്റെ അച്ഛൻ അരുളി ചെയ്താൽ ഞാൻ അഗ്നിയിൽ ചാടാം, സസന്തോഷം കാഗോള വിഷം കുടിക്കാം, നടുക്കടലിൽ പതിക്കാം. എൻ്റെ പിതാവും ഗുരുവുമായ ഭൂപാലേന്ദ്രൻ്റെ ആഗ്രഹം എന്താണ്? ആജ്ഞാപിക്കൂ. എന്തു തന്നെയായാലും ഞാൻ ചെയ്യാം. രാമൻ രണ്ടു വാക്ക് പറയുകയില്ല. സത്യസന്ധനായ കുമാരൻ്റെ വാക്ക് കൈകേയിയെ സന്തുഷ്ടയാക്കി. കുടിലഹൃദയായ അവൾ കൊടും ക്രൂരവാക്കുകൾ പറഞ്ഞു, രാമ, പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഞാൻ ചെയ്ത ഉപകാരത്തിന് നിന്റെ അച്ഛൻ മഹാരാജാവ് 2 വരങ്ങൾ തന്നിരുന്നു. ഞാനിന്ന് അവ യാചിച്ചു. ഒന്ന്, ഭരതനെ രാജാവാക്കുക. രണ്ടാമത്, നീ ഒട്ടും താമസിക്കാതെ ദണ്ഡകാരണ്യത്തിലേക്ക് പോവുക. അച്ഛൻ മാത്രമല്ല, നീ കൂടി പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ 2 പേരുടെ സത്യം നിറവേറ്റു. 14 സംവത്സരം നീ വനത്തിൽ വസിക്കണം. നിന്റെ അഭിഷേകത്തിന് ഒരുക്കിയത് കൊണ്ട് തന്നെ ഭരതന് അഭിഷേകം നടത്തണം. ജടാമകുടത്തോടെ മാൻതോൽ ധരിച്ച് ദണ്ഡകാരണ്യത്തിൽ നീ വാഴണം. ആന, കുതിര, തേര് എന്നിവകളാൽ പരിപൂർണമായ അയോധ്യ മഹാരാജ്യം രത്നസിംഹാസനത്തിലിരുന്ന് എൻ്റെ മകൻ ഭരിക്കണം. ഇത് പറയുവാൻ വയ്യാതെയാണ് അച്ഛൻ തലയും താഴ്ത്തി ദീർഘശ്വാസം ഇട്ടുകൊണ്ട് ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുന്നത്. അധർമ്മ മഹാസമുദ്രത്തിൽ പതിച്ച അച്ഛൻ്റെ വാക്കിനെ നിന്റെ സത്യം കൊണ്ട് കരകയറ്റുക. അത്യുഗ്രമായ ഈ വാക്കുകൾ കേട്ട് ശ്രീരാമദേവന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. ആ വദനാരവിന്ദത്തിലെ ശോഭയ്ക്ക് ചെറിയൊരു കോട്ടവും വന്നില്ല. നരേന്ദ്രന്റെ ഹൃദയമാകട്ടെ പുത്രദുഃഖത്താൽ വെന്തു തുടങ്ങി. അന്തകന്റെ ആഗമനം പോലെയുള്ള ആ കഠിന വാക്കുകൾ കേട്ടിട്ടും യാതൊരഴലും കൂടാതെ ശ്രീരാമചന്ദ്രൻ അരുളി ചെയ്തു, അമ്മേ, അങ്ങനെയാകാം. ജടയും മാൻതോലും ധരിച്ച് ഞാൻ അടവിയിൽ വസിക്കാം. അച്ഛൻ്റെ വാക്ക് അതേ നിലയിൽ അനുസരിക്കാം. ശത്രുജേതാവായ പിതാവ് ഇത്രയും നിസ്സാരമായൊരു കാര്യം പറയാത്ത കാരണം അറിയുവാൻ ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് അല്പവും അലട്ട് തോന്നരുത്. ഏതൊരു ഇഷ്ടവും ഏകുന്ന അച്ഛൻ്റെ ആജ്ഞ എന്തു തന്നെയായാലും ഞാൻ അനുഷ്ഠിക്കും. എന്നാൽ ഒരൊറ്റ ദുഃഖം എൻ്റെ ഹൃദയത്തിൽ ഒതുങ്ങുന്നില്ല. അച്ഛൻ എന്നോടൊന്നും മിണ്ടുന്നില്ലല്ലോ. അമ്മ പറഞ്ഞാൽ തന്നെ ഭരതന് അഭിഷേകം നടത്താമല്ലോ. എൻ്റെ പ്രാണനും ധനങ്ങളും നാടും എന്തിനധികം സീതയെപ്പോലും സസന്തോഷത്തോടെ ഉപേക്ഷിക്കാം. പിന്നെ എന്തിനാണ് അച്ഛൻ്റെ അരുളപ്പാടിനെപ്പറ്റി സംശയിക്കുന്നത്? അച്ഛനെ ആശ്വസിപ്പിക്കൂ. ഇനിയും എന്തിനാണ് എൻ്റെ അച്ഛൻ കീഴ്പോട്ട് നോക്കി കണ്ണീർ പൊഴിക്കുന്നത്? അതിവേഗം ഓടുന്ന കുതിരകളിൽ ദൂതന്മാർ ഉടനെ കേകേയത്തിലേക്ക് പോകട്ടെ. ഞാനിതാ കാട്ടിലേക്ക് പോവുകയാണ്. ഒട്ടും തന്നെ മനോവിഷമം കൂടാതെ 14 സംവത്സരം ഞാൻ അവിടെ വസിക്കാം. ദേവന്റെ വാക്കുകൾ കേട്ട് കൈകേയി ഏറ്റവും ആശ്വസിച്ചു. ഒന്ന് തീർച്ചയായി, രാമന്റെ വനവാസം. സന്തോഷം കൊണ്ട് രോമാഞ്ചമണിഞ്ഞ ദേവി തുടർന്നു, രാമ, ഉത്തമനായൊരുവൻ ഇങ്ങനെ തന്നെയാണ്. ദൂതന്മാർ വേഗത്തിൽ പോയിക്കൊള്ളും. നീ ഇനി നാട്ടിൽ താമസിക്കുന്നത് ശരിയല്ല. ലജ്ജ കൊണ്ടാണ് മഹാരാജാവ് നിന്നോടിത് പറയാത്തത്. ഒന്ന് തീർച്ചയാണ്, നീ കാട്ടിലേക്ക് പോകുന്നത് വരെ കുളിയും ഭക്ഷണവും നിന്റെ അച്ഛൻ ചെയ്യുന്നതല്ല. ചീ, കഷ്ടം കഷ്ടം. ഈ ശബ്ദം മാത്രമേ മഹാരാജാവിൻ്റെ മുഖത്തു നിന്ന് ഉയർന്നുള്ളൂ. ഉത്തരക്ഷണത്തിൽ ബോധമറ്റു വീണു. കൈകേയിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ശ്രീരാമൻ പിതാവിനെ എഴുന്നേൽപ്പിച്ചു. വനയാത്രയ്ക്ക് തിടുക്കപ്പെടുത്തുന്ന ചെറിയമ്മയുടെ വാക്കുകേട്ട് ചാട്ടവാറു കൊണ്ടടി കെട്ടിയ കുതിരയെപ്പോലെ വെമ്പുന്ന കുമാരൻ വ്യസനം ലേശമില്ലാതെ പറഞ്ഞു, അമ്മേ, അർത്ഥം ആഗ്രഹിച്ച് എന്തും ചെയ്തും ഈ ലോകത്തിൽ ജീവിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നവനല്ല ഞാൻ. ധർമ്മപരമായ കാര്യങ്ങളിൽ ഒരു മഹർഷിക്ക് തുല്യനാണെന്നും അമ്മ മനസ്സിലാക്കണം. എൻ്റെ ജീവനാശം വരുന്നതാണെങ്കിൽ കൂടി അച്ഛന് പ്രിയമായത് ചെയ്യുവാൻ സാധിച്ചാൽ അതാണ് എനിക്കിഷ്ടം. ഏറ്റവും മികച്ച ധർമ്മം പിതൃഹിതം അനുസരിക്കലാണ്.
സജ്ജനവിധിയും മറ്റൊന്നല്ല. അച്ഛൻ അരുളിയില്ലെങ്കിൽ കൂടി അമ്മയുടെ ആജ്ഞ മതിയല്ലോ കാനനവാസത്തിന്. തീർച്ചയായും അമ്മ എന്നിൽ ഒരു ഗുണവും കാണുന്നില്ല. എത്രയും നിസ്സാരമായ ഈ കാര്യം അച്ഛനോട് യാചിച്ചുവല്ലോ. എൻ്റെ അമ്മയോട് വിവരം പറയട്ടെ, സീതയെ ആശ്വസിപ്പിക്കട്ടെ, എന്നിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് ഞാൻ പോകാം. ഭരതൻ നാടുകാക്കട്ടെ. അച്ഛനെ അതിശ്രദ്ധയോടെ ശുശ്രൂഷിക്കണം. അതാണല്ലോ അക്ഷയമായ ധർമ്മം. ഈ വാക്കുകൾ കേട്ട് ദുഃഖാന്തനായ ഭൂപതി ഒരു കുട്ടിയെപ്പോലെ ഉറക്കെ കരഞ്ഞു. ബാഷ്പപ്രവാഹത്തെ നിയന്ത്രിക്കുവാൻ സാധിച്ചില്ല. സുബോധം ഇല്ലാതിരിക്കുന്ന പിതാവിനെയും കഠിനഹൃദയനായ കൈകേയിയെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച ശ്രീരാമചന്ദ്രൻ പുറത്തേക്ക് വന്ന് സ്വമിത്രങ്ങളെ കണ്ടു. സുമിത്രാദേവിക്ക് എല്ലായ്പ്പോഴും ആനന്ദമേകുന്ന ലക്ഷ്മണകുമാരൻ നിറഞ്ഞ കണ്ണുകളോടെ അടക്കുവാൻ കഴിയാത്ത കോപത്തോടെ അഗ്രജനെ അനുഗമിച്ചു. അഭിഷേകോപകരണങ്ങളിൽ ആസക്തിയോടുകൂടി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവയെ വലത്തുവെച്ച് നിരാഗ്രഹിയായി പുറത്തേക്ക് എഴുന്നള്ളി. രാജ്യഭ്രംശം കുമാരന്റെ മുഖശ്രീക്ക് അല്പവും കോട്ടം ഉണ്ടാക്കിയില്ല. ലോകപ്രിയനായ ചന്ദ്രന് ന്യൂനത ഒരിക്കലും ഉണ്ടാകാറില്ലല്ലോ. അരണ്യഗമനോത്സുകനായ രഘുരാമൻ ലോകാതീതനായൊരു മഹാത്മാവിനെ പോലെ യാതൊരു മനോവിചാരവുമില്ലാതെ നടന്നു. പള്ളിച്ചാമരം, വെൺകൊറ്റക്കുട എന്നിവ മാറ്റിവെച്ചു തേരിനെയും സൈന്യത്തെയും മടക്കി അയച്ചു. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ കടിഞ്ഞാണിട്ട് അടക്കി നിർത്തി അനിഷ്ടവർത്തമാനം അറിയിക്കുവാൻ അമ്മയുടെ അരമനയിലേക്ക് അവിടുന്ന് യാത്ര തുടർന്നു. ലോകാഭിരാമനായ ശ്രീരാമന്റെ മുഖത്ത് ചെറിയൊരു മങ്ങൽ കണ്ടില്ലെന്ന് മാത്രമല്ല, സാധാരണ ഉണ്ടാകാറുള്ള ആനന്ദഭാവത്തിന് വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ശരൽക്കാല പൂർണ്ണ ചന്ദ്രസുന്ദരമാണ് ആ മുഖം. മധുരമായ വാക്കുകളാൽ ജനങ്ങളെ മാനിച്ചുകൊണ്ട് ധീരോദാത്തനായ കാകുസ്ഥൻ മാതൃസമീപത്തിലേക്ക് പോയി അമേയ വിക്രമിയും തുല്യഗുണം ഉള്ളവനുമായ കുമാരലക്ഷ്മണൻ വ്യസനത്തെ വിഷമിച്ചാണെങ്കിലും ഒതുക്കിക്കൊണ്ട് ഒപ്പം പിന്നാലെയുണ്ട്. മഹോത്സവമാണ് മാതൃമന്ദിരത്തിൽ. അവിടെ എത്തിയിട്ടും അതെല്ലാം കണ്ടിട്ടും ആ വദനം തെളിവ് ഉറ്റുതന്നെയായിരുന്നു. അല്പമെങ്കിലും ഭാവവ്യത്യാസം വന്നാൽ ബന്ധുക്കൾ ആപത്തിൽ പെടുമല്ലോ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.